ഈ ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 1 അറ്റ് എക്സ് ഈക്വൽ ടു 3. അതായത് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x സ്ക്വയർ മൈനസ് 1ൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ 3 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആയിരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ശരിക്കും ആയിരിക്കും, പക്ഷെ നമ്മൾ സ്റ്റെപ്പ് കാണിക്കണം. കാരണം ഇതിൻ്റെ ഷേപ്പൊന്നും നമുക്കറിയില്ല. 2x സ്ക്വയർ മൈനസ് 1ൻ്റെ ഷേപ്പൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് ഡിഫൈൻഡ് ആണ്, ബ്രേക്കൊന്നും വരില്ല അല്ലേ. എക്സ് ഇക്വൽ 3ൽ എക്സ് ഇക്വൽ 3 കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും, അവിടെ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ 3ൽ കണ്ടിന്യൂസ് ആണ്, പക്ഷെ നമ്മൾ അതിൻ്റെ റീസൺ ഇങ്ങനെ പറഞ്ഞാൽ മാർക്ക് തരില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ 3. 3ൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 3ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമുക്കറിയാം കണ്ടീഷൻ എന്താണ്. 3ൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ 3ലുള്ള ലെഫ്റ്റ് ലിമിറ്റ് ആദ്യം കണ്ടുപിടിക്കുന്നു അല്ലേ, ശരിയല്ലേ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ വരുന്നത്. എഫ് ഓഫ് എക്സ് 2x സ്ക്വയർ മൈനസ് 1 ഓൾവേസ്. കാരണം നമ്മളെ ഫംഗ്ഷൻ എപ്പോഴും 2x സ്ക്വയർ മൈനസ് 1 തന്നെയാണ്. ഇവിടെ കണ്ടീഷനൊന്നുമില്ല. എക്സ് ലെസ് ദാൻ സംതിങ് ആവുമ്പോൾ ഇതാണ്, ഗ്രേറ്റർ ദാൻ ആവുമ്പോൾ വേറൊന്നാണ്, അങ്ങനെയില്ല. എഫ് ഓഫ് എക്സ് ഓൾവേസ് 2x സ്ക്വയർ മൈനസ് 1. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ 3നേക്കാളും ഒരു പൊടിക്ക് കുറവാണെങ്കിലും ഫങ്ഷൻ സെയിം തന്നെയാണ്. നമ്മൾ നേരെ എക്സിന് 3 ഇട്ട് കൊടുക്കുക. എക്സിന് 3 ഇട്ട് കൊടുക്കുമ്പോൾ 2 × 3 സ്ക്വയർ മൈനസ് 1 കിട്ടും അല്ലേ. എക്സിന് നേരെ 3 കൊടുത്തു. ഇത് 2 × 9 18 ആണ്. 18 മൈനസ് 1 17 ആണ്. ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ 3. നമ്മൾ റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ 3 കാണാൻ പോവാണ്. 3 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ എഴുതണ്ടേ. എഫ് ഓഫ് എക്സ് ഓൾവേസ് ദിസ് അല്ലേ. 2x സ്ക്വയർ മൈനസ് 1 വേണം എഴുതാനായിട്ട്. ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, നേരെ ആ വാല്യൂ ഇട്ട് കൊടുത്താൽ മാത്രം മതി. എക്സിൻ്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 × 3 സ്ക്വയർ മൈനസ് 1 നേരത്തെ ചെയ്ത പോലെ തന്നെ 17 കിട്ടും. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ കണ്ടു, റൈറ്റ് ലിമിറ്റും കണ്ടു. ഇനി എഫ് ഓഫ് 3യും കൂടിയും കാണാം. ആ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യണ്ട, എഫ് ഓഫ് 3യും കൂടിയും കാണാം. കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ 3 ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ 3 ഈക്വൽ ടു എഫ് ഓഫ് എ വരണം. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സിൻ്റെ ഈ ഫോർമുലയിൽ ഡയറക്റ്റായിട്ട് എക്സിന് 3 കൊടുക്കുക. കാരണം എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടല്ലോ. എഫ് ഓഫ് 3 കാണണമെങ്കിൽ നേരിട്ട് എക്സിന് 3 കൊടുക്കാം. അപ്പോൾ 2x സ്ക്വയർ മൈനസ് 1ൽ നേരിട്ട് എക്സിന് 3 കൊടുക്കുന്നു. അപ്പോഴും നേരത്തെ കിട്ടിയ വാല്യൂ തന്നെയാണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് 3. ഇപ്പോൾ 3ലുള്ള ലെഫ്റ്റ് റൈറ്റ് എഫ് ഓഫ് 3 എല്ലാം സെയിം ആയതുകൊണ്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായല്ലോ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ 3 മനസ്സിലായി.